ഇന്നൽ ഹംദലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. لينذر من كان حيا ويحق القول على الكافرين. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് പരലോകം പ്രതീക്ഷിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്ര എളുപ്പമാക്കാനും ഏറ്റവും മനസ്സമാധാനത്തോടുകൂടി അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങാനും നമ്മുടെ കുടുംബത്തിന് നമ്മൾ കൊടുക്കേണ്ട ചില വസിയത്തുകളെ കുറിച്ചാണ് കഴിഞ്ഞ ചില ആഴ്ചകളിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ കാലശേഷം എന്റെ കുടുംബം തൗഹീദിൽ ഉറച്ചു നിൽക്കണമെന്നും എന്റെ മരണം അള്ളാഹുവിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കണമെന്നും അതിന്റെ പേരിൽ കോലാഹലങ്ങളോ മറ്റുള്ളവർക്ക് മുൻപിൽ ആ ആളുകളെ ശപിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള അനുശോചനങ്ങളോ ഒരിക്കലും എന്റെ മയ്യത്തിനോട് കാണിക്കരുത് എന്ന രണ്ട് വസിയത്തുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറെ ഗൗരവപരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് മൂന്നാമത്തെ വസിയത്ത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഏറെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ വസിയത്ത് നമ്മളുടെ മയ്യത്ത് പരിപാലനവും ജനാസയും മറമാടലും അതിനുശേഷമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതീവ ഗൗരവത്തോടെ ആ വസിയത്ത് മക്കളോട് ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ മരണാനന്തരം നമ്മളെ ശരീരത്തോട് കാണിക്കുന്ന ചില മുൻകറാത്തുകൾ ആ മയ്യത്തിനെപ്പോലും നാളെ പരലോകത്ത് ഏറെ പ്രയാസപ്പെടുത്തും. ഇന്ന് പൊതുവെ നമ്മൾ കാണുന്നൊരു വിഷയമാണ്, മരിക്കുന്നതുവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ചോദിക്കാനുള്ളത് ഭയങ്കരമായ സ്നേഹത്തിന്റെ വാക്കുകളാണ്.
അത് മക്കളായാലും ശരി, കുടുംബങ്ങളായാലും ശരി, മഹല്ലുകാരായാലും ശരി. ചില മക്കളൊക്കെ വന്ന് ഉസ്താദുമാരോട് ചോദിക്കും, എന്റെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഞാൻ ആ വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി എന്തു ചെയ്യണം? ഒരു 100 ചാക്ക് അരി ഞാൻ വാരിയാലോ? ഒരു 10 ചാക്ക് സിമന്റ് പള്ളിക്ക് കൊടുത്താലോ? യത്തീം മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം കൊടുത്താലോ? ഒരു നല്ല സ്വഭാവത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാപിതാക്കളോട് സ്നേഹം കാണിക്കാൻ പറ്റാത്ത മക്കള് മരണശേഷം കാണിക്കുന്ന ചില അഭിനയങ്ങളാ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ. ഇതേപോലെ ചില കുടുംബക്കാരും ചോദിക്കും, ബാപ്പാന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണ്ടേ? ഉമ്മാന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കണ്ടേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ ചില മഹല്ല നേതൃത്വം ചോദിക്കും, ബാപ്പാന്റെ ആണ്ടൊക്കൊന്ന് കഴിക്കണ്ടേ? കണ്ണൂക്കിന്റെ ചോറൊക്കൊന്ന് നാട്ടുകാർക്ക് കൊടുക്കണ്ടേ? കത്തപ്പര കെട്ടിയിട്ട് ഖുർആൻ ഓതാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് ഏൽപ്പിക്കണ്ടേ എന്ന് ചോദിക്കുന്ന രീതിയാണ് ഇന്ന് മരണാനന്തരം പല കുടുംബത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നിരവധി ആചാരങ്ങളും അനാചാരങ്ങളുമാണ്. കണ്ണൂക്ക് കഴിക്കുന്നു, 7 കഴിക്കുന്നു, 40 കഴിക്കുന്നു, ആണ്ട് കഴിക്കുന്നു. ഇടക്കിടക്ക് വാപ്പാന്റെ കബറും പുറത്ത് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് കത്തപ്പര കൊട്ടിച്ച് ഖുർആൻ ഓദിക്കുന്നു. ഉമ്മാന്റെ പേരിൽ വീട്ടിൽ വെച്ചിട്ടൊരു ബുർദ സംഘടിപ്പിക്കുന്നു, മൗലൂദ് ചൊല്ലിക്കുന്നു. ഇങ്ങനെ പല രീതിയിലുമുള്ള ആചാരങ്ങളിലൂടെയും അനാചാരങ്ങളിലൂടെയും മയ്യത്തിനെ ചിലർ അവഹേളിക്കുമ്പോ കൃത്യമായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തി കൊടുത്തു. തന്റെ മക്കളെയും കുടുംബത്തെയും അടുത്തു വിളിച്ചിട്ട് 3ാമത്തെ വസിയത്തായിട്ട് പറയണം, മക്കളെ, ഇയ്യാക്കും വൽ മുൻകറാത്തി വൽ ബിദ്അ അല്ലത്തി യസ്അലു ഹാദൻ നാസി ഇന്ദ ശുഹൂദിൽ മയ്യത്തി ഔ ഹുദൂറിൽ ജനാസ. ഇന്ന് ചില മനുഷ്യർ ജനാസയുടെ അരികിലും മയ്യത്തിന്റെ അരികിലും വെച്ച് കാണിക്കുന്ന ബിദ്അത്തുകളും മുൻകറാത്തുകളുമായി വെറുക്കപ്പെട്ട കാര്യങ്ങൾ, അതൊരിക്കലും എന്റെ ശരീരത്തോടോ എന്റെ മയ്യത്തിനോടോ എന്റെ കബറും പുറത്തോ ചെയ്യാൻ പാടില്ല. ഇയ്യാക്കും, നിങ്ങളത് സൂക്ഷിക്കണം. അത് മുൻകറാത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. വൽ ബിദ്അ മതത്തിൽ പുതുതായി കൂടിച്ചേർന്ന വിഷയമാണ്. ഇങ്ങനെയുള്ള ഒരാചാരവും എന്റെ കബറിങ്കലോ ഞാൻ മരിച്ച എന്റെ വീട്ടിലോ എന്നെ സ്നേഹിക്കുന്ന മക്കളെ നിങ്ങൾ ചെയ്യരുത്. ആളുകൾ പലതും പറഞ്ഞു നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. സ്നേഹമാണ്, വാപ്പാനോടുള്ള മഹബത്താണ്, ഇതൊക്കെ ചെല്ലുന്നതൊക്കെ നല്ലതാണ്, യാസീൻ എന്താ മോശാണോ, ഖുർആനോത്തെന്താ മോശാണോ എന്നൊക്കെ ചോദിച്ച ആളുകൾ വരും. അവരോട് നിങ്ങൾ പറയണം, വമാ ആത്താക്കുമുർ റസൂലു ഫഖുദു. എന്റെ പ്രവാചകൻ എന്നെ എന്ത് പഠിപ്പിച്ചോ ഞാനത് സ്വീകരിക്കും. എന്തിനെ തൊട്ട് അല്ലാഹുവിന്റെ ഹബീബ് വിരോധിച്ചുവോ ഞാനത് ഒഴിവാക്കും. ഇന്ന് പൊതുവെ മുസ്ലിം സമൂഹത്തിൽ എന്തൊക്കെയോ ആചാരങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, ഒരു ഭാര്യ മരിച്ചാൽ ആ ഭർത്താവ് മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. ഭർത്താവ് മരിച്ചാൽ ഭാര്യ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല. ഇതിനെന്താ ന്യായം എന്ന് ചോദിക്കുമ്പം ചിലർ പറയും, ഒതു മുറിഞ്ഞോവും. കാരണം മയ്യത്ത് കുളിപ്പിക്കുമ്പം ആദ്യം തന്നെ ഒതുവെടുപ്പിക്കണം, പിന്നീട് അങ്ങോട്ട് കയ്യും കാലും ഒക്കെ തൊടേണ്ടി വരും. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ ഭാര്യയുടെ മയ്യത്ത് ഭർത്താവോ ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യയോ കുളിപ്പിക്കാൻ പാടില്ല. പുതിയ പുതിയ ആചാരങ്ങൾ വീണ്ടും വന്നു. ചൂടുവെള്ളത്തിലേ കുളിപ്പിക്കാൻ പാടുള്ളൂ. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ഒരടിസ്ഥാനവുമില്ലാത്ത രീതിയിലാണ് ഈ കാര്യം ചിലർ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വഫാത്തായപ്പോ ആ മയ്യത്ത് കുളിപ്പിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഭർത്താവും 2 ആൺമക്കളും കൂടിയിട്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ പറയുന്നുണ്ട്, എന്റെ റബ്ബിൻ എനിക്ക് തന്ന മണവാട്ടിയെ ഞാൻ എന്റെ റബ്ബിന് തിരിച്ചു കൊടുക്കുകയാണെന്ന്. ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു. സ്വഹാബാക്കളിൽപ്പെട്ട പലരുടെയും മയ്യത്ത് ചിലത് ഭർത്താക്കന്മാരും ചിലത് ഭാര്യമാരുമായിരുന്നു പരസ്പരം കുളിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ജീവിച്ചിരിക്കുന്ന കാലത്തൊരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ആയിഷ, എന്നേക്കാൾ മുൻപ് നീയാണ് മരണപ്പെടുന്നതെങ്കിൽ നിന്റെ മയ്യത്ത് ഞാൻ എന്റെ കൈകളാൽ കുളിപ്പിക്കും ആയിഷ.
ഇസ്ലാമിക ചരിത്രത്തിന്റെ ഏത് രംഗത്തും അത് പാടില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അന്യ സ്ത്രീ പുരുഷന്മാരുടേത് പാടില്ല എന്നല്ലാതെ ഭാര്യ ഭർത്താവിന്റേതോ ഭർത്താവ് ഭാര്യയുടേതോ മയ്യത്ത് കുളിപ്പിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിന്റെ ഒരു സങ്കടം, ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഭർത്താവ് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. 48 വയസ്സുള്ള ഭർത്താവിനെ നാട്ടിൽപ്പെട്ട ചില ചെറുപ്പക്കാരെല്ലാവരും കൂടി കുളിപ്പിച്ച് മയ്യത്ത് മറമാടാൻ വേണ്ടി വീട്ടുന്നെടുക്കുന്ന സമയത്ത് കൂടക്കിടന്ന 18 കൊല്ലത്തെ ദാമ്പത്യം നെഞ്ചുകൊണ്ടുള്ളിൽ കൊണ്ടടക്കുന്ന ആ സഹോദരന്റെ ഭാര്യ പറഞ്ഞു, എനിക്കെന്റെ ഭർത്താവിനെ ഒന്ന് കാണണം, അയാളുടെ കവിളിൽ എനിക്കൊരു ഉമ്മ കൊടുക്കണം. ഒരുപാട് പ്രതീക്ഷയോടെ പുറത്തേക്ക് ഇറക്കി വന്ന പെണ്ണിനോട് യാതൊരു ദീനീബോധവും തൊട്ട് തീണ്ടാത്ത, എന്താണ് ഇസ്ലാം എന്ന് പോലും അറിയാത്ത ചില കാരണവന്മാർ പറഞ്ഞു, തൊടിക്കാൻ പാടില്ല, ഓന്റെ ഒന്നു മുറിഞ്ഞു. ഇതല്ല ഇസ്ലാമിന്റെ മര്യാദ. ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള വാശിയിലൂടെ പലരും മയ്യത്തിനെ വെച്ച് പണമുണ്ടാക്കുന്നതും വിവരമില്ലായ്മ പ്രകടിപ്പിക്കുന്നതും ഇന്ന് സമൂഹത്തിൽ സർവ്വസാധാരണയാ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏതാണിന്റെയും മയ്യത്ത് പെണ്ണിന് കുളിപ്പിക്കാം, ഏത് പെണ്ണിന്റേതും ആണിന് കുളിപ്പിക്കാം എന്ന അർത്ഥത്തിലല്ല. മറിച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിപ്പിക്കാം. രണ്ടാമത്തെ മറ്റൊരാചാരം, ഒരിക്കലും സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരമില്ല. ആരെങ്കിലും ഒന്ന് മയ്യത്ത് നിസ്കരിക്കാൻ ചോദിച്ചാൽ മയ്യത്ത് നിസ്കാരം പെണ്ണുങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരസ്കരിക്കുന്നവരും അവഗണിക്കുന്നവരുമുണ്ട്. സ്ത്രീകൾ കുടുംബത്തിലുള്ള ആളുകൾ പോലും നമസ്കരിക്കാൻ നിൽക്കുമ്പോ അത് പാടില്ലെന്ന് വിലക്കുന്ന വ്യക്തികളുണ്ട്. ഒരു മയ്യത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് മയ്യത്ത് നമസ്കാരം. ആ മയ്യത്ത് നമസ്കാരത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. സഹാബാക്കൾ മരണപ്പെടുമ്പോ സഹാബ വനിതകൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. രണാങ്കണങ്ങളിൽ വെച്ച് ഷഹീദാകുന്നവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. സ്വഹാബാക്കൾ മദീനയിലും മക്കയിലും വെച്ച് മരണപ്പെട്ടപ്പം സ്വഹാബത്ത് പെൺകുട്ടികൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സഹാബ പെൺമക്കൾക്ക് വേണ്ടി സ്വഹാബ ആൺമക്കൾ മയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ട്. ഇന്നും ഇസ്ലാമിക ചരിത്രം കൃത്യമായി ബോധ്യപ്പെടുന്ന ഏതൊരാൾക്കും പരിശുദ്ധമാക്കപ്പെടുന്ന മസ്ജിദുൽ ഹറമിൽ ഒരു ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ ഉടനെ അടുത്ത അനൗൺസ്മെന്റ് വരും, അഥവാ അസ്വലാത്തുൽ അംവാത്തി, ഒരു മയ്യത്തുണ്ട്, അതിന് നമസ്കരിക്കണം. അവിടെ ഒരിക്കലും അവർ പറയാറില്ല ആണുങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കട്ടെ, പെണ്ണുങ്ങൾ അവിടെ ഇരിക്കട്ടെ എന്ന്. ഇവിടുന്ന് പോകുന്ന പെണ്ണുങ്ങൾ പോലും മസ്ജിദുൽ ഹറമിലെ മയ്യത്ത് നിസ്കരിക്കാറുണ്ട്. പക്ഷേ നാട്ടിൽ ചില മയ്യത്തിന്റെ മുൻപിലെത്തുമ്പോ പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ അവകാശം കൊടുക്കുന്നില്ല. അവർ നമസ്കരിക്കാൻ പാടില്ല, അത് ഭർത്താവായാലും ശരി എന്ന് പറയുന്നൊരു രീതി അത് ഇസ്ലാമികമല്ല. കാരണം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ കേട്ടപ്പോ മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്വഹാബാക്കളോട് പറയുന്നുണ്ട്, സഅദിന്റെ മയ്യത്ത് നിങ്ങൾ മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുവരണം, എനിക്ക് സഅദിന്റെ മയ്യത്ത് നമസ്കരിക്കണം. സഹാബത്ത് കൊണ്ടുവന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പള്ളിയിൽ വെച്ച് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നമസ്കരിച്ചു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഇന്ന് പല കുടുംബത്തിലും സ്വന്തം ഭർത്താവിന്റെ മയ്യത്ത് പോലും നമസ്കരിക്കാൻ സമ്മതിക്കാത്തവരുണ്ട്. കുടുംബത്തിൽ പലർക്കും ആ മയ്യത്തിന് വേണ്ടി ഒന്ന് നിസ്കരിക്കണമെന്ന് മോഹമുണ്ടെങ്കിലും ആ നമസ്കാരം അനുവദിക്കാത്തവരുണ്ട്. പള്ളിയിൽ പോലും മയ്യത്ത് നമസ്കരിക്കാൻ പെണ്ണുങ്ങൾ വരണം എന്നാഗ്രഹിക്കുമ്പോ പെണ്ണുങ്ങൾക്ക് അത്ര നിർബന്ധമല്ല, അവര് വേറെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറയുന്ന രീതിയും മയ്യത്തിനോടുള്ള അനാദരവ. മൂന്നാമതായി, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഉറക്ക തക്ബീർ വിളിക്കണം, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ വിളിക്കുന്നതിന് ഇസ്ലാമിൽ തെളിവുണ്ടോ? വിളിക്കാത്തവർ ഇന്നവരാണെന്നും ഇല്ലെങ്കിൽ അത് വിളിക്കാത്തവരൊക്കെ മറ്റുള്ള ആളുകളുടെ പരിഹാസത്തിന് വിധേയരാകാറുണ്ട്. ഇത് ആഘോഷിക്കുന്ന വ്യക്തികള് പലപ്പോഴും അത് വിളിച്ചു പോകാത്ത വ്യക്തികളെ ചൂണ്ടി പറയാറുള്ളത് ഇലക്ട്രിക് വാഹനം പോലെയാ ചില മുജാഹിദുകളുടെ അല്ലെങ്കിൽ ഇത്തരക്കാരുടെ മയ്യത്ത് കൊണ്ടുപോകാറുള്ളതെന്ന്. ആക്ഷേപം ശരിയാവട്ടെ, അവർ പരിഹസിക്കട്ടെ. കാരണം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചരിത്രമാണ്. അള്ളാഹുവിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ നിരവധി സഹാബാക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആളുകൾ കേൾക്കെ ദിക്റുകൾ ചൊല്ലിയും തക്ബീർ മുഴക്കിയും ഒരു മയ്യത്തെങ്കിലും കൊണ്ടുപോയത് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ആവർത്തിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കേയുള്ളൂ, വത്തബഉൽ ജനായിസ.
നിങ്ങൾ ജനാസയെ പിന്തുടരണം. തുദക്കിറുക്കുമുൽ ആഖിറ, അത് നിങ്ങൾ പോകേണ്ടത് ആഖിറത്തിന്റെ ചിന്തയുണ്ടാക്കാൻ വേണ്ടിയാവണം. നിങ്ങളെ ആഖിറത്തെപ്പറ്റി ചിന്തിപ്പിക്കാൻ, ആഖിറത്തെപ്പറ്റി ഓർക്കാൻ. ഇന്നത്തെ മയ്യത്ത് കട്ടിലിൽ നാളെ ഞാനായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ മയ്യത്തിനെ അനുഗമിക്കണമെന്നാണ് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ തിരുദൂതനെപ്പറ്റി സ്വഹാബത്ത് രേഖപ്പെടുത്തി, അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാന്റെ ഹബീബ് ഒരു മയ്യത്തിന്റെ പിന്നാലെ പോകുമ്പോ കാന ഇദത്തബഅ ജനാസതി അക്സറു സുംതി, അധിക സമയവും റസൂലുള്ള നിശബ്ദനായിരുന്നു. മുഴുവൻ സമയവും റസൂലുള്ള നിശബ്ദനായിരുന്നു. ആ മയ്യത്തിന്റെ പിൻഭാഗത്ത് വെച്ച് സംസാരിക്കുന്നവരോട് ദേഷ്യത്തോടെ റസൂലുള്ള സംസാരിച്ചിട്ടുണ്ട്. ചിരിക്കുന്നവരോട് നീ എന്തിനാണ് ഈ മയ്യത്തിനെ അപമാനിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചൊല്ലലും ദിക്റ് വിളിക്കലും ഒക്കെ നല്ലതായിരുന്നെങ്കിൽ ഹബീബായ തിരുദൂതൻ പഠിപ്പിക്കുമായിരുന്നു, എല്ലാവരും തക്ബീർ അങ്ങ് വിളിച്ചോ, എല്ലാവരും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചോ, എന്നിട്ട് മയ്യത്തങ്ങ് തലേക്കെത്തിക്കോ എന്ന് ഇസ്ലാമിക ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു ചരിത്രത്തിൽ കാണാം, ഫലാ യർഫഉ സൗതൻ ബിഖിറാഅത്തിൻ, ഒരു ഖിറാഅത്ത് കൊണ്ടൊരു ശബ്ദവും ആ മയ്യത്തിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. വലാ ദിക്രിൻ, ഒരു ദിക്ർ ചൊല്ലിക്കൊണ്ട് ആ മയ്യത്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. വലാ ഗൈറ ദാലിക, അതിനു പുറമെ എന്തെങ്കിലും ചെയ്തതായിട്ടോ ഞങ്ങൾ കണ്ടിട്ടില്ല. ഈ ചരിത്രം മുൻനിർത്തിയ ഉലമാക്കൾ പറഞ്ഞത്, മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിശബ്ദരായി കൊണ്ടുപോകണം. നിങ്ങൾ ആ കബറാളിയെപ്പറ്റി ചിന്തിക്കണം, ഓർക്കണം. ആ കബറിൽ കിടക്കാൻ പോകുന്നവന് വേണ്ടി ഹൃദയം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതിനേക്കാൾ ഏറെ ആ കബറിലേക്കുള്ള യാത്ര നാളെ നിങ്ങളാണെന്ന് ചിന്തിക്കണം എന്നല്ലാതെ ഇന്ന് ചിലർ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കുറെ ശബ്ദമുണ്ടാക്കി, എന്തെങ്കിലുമൊക്കെ കുറെ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് മയ്യത്ത് കൊണ്ടുപോയാലേ അത് നാലാൾ അറിയുന്നൊരു മയ്യത്താവൂ എന്ന ധാരണയും മയ്യത്തിനോട് ചെയ്യാൻ പാടില്ല. നാലാമതായി, മയ്യത്തിന്റെ അരികിൽ വെച്ച് ഖുർആനിക പാരായണം നടത്താൻ തെളിവുണ്ടോ? ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ ആധുനിക ഉലമാക്കള് സൗദി ഗവൺമെന്റിന്റെ കീഴിൽ ലജ്നത്തു ദാഇ എന്നറിയപ്പെടുന്ന ഭൂലോകത്തെ സർവ്വ മുഫ്തിമാരും ഇരുന്ന് തീരുമാനമെടുക്കുന്ന ലജ്നത്തു ദാഇയുടെ ഫത്വയിൽ അങ്ങനെ ഖുർആൻ ഓതാൻ കൽപ്പിച്ചിട്ടുണ്ടോ, അനുവാദം കൊടുത്തിട്ടുണ്ടോ? അവിടെ അവരെ സൂചിപ്പിച്ചത് ആദ്യം ഒരായത്തായിരുന്നു, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഏത് മയ്യത്തിനും അവരധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും അവർക്ക് ഖബറിൽ ഉപകാരപ്പെടുകയില്ല. പിന്നെ ഉപകാരപ്പെടുന്നത് ജീവിച്ചിരിക്കുന്ന മക്കൾ പ്രാർത്ഥിച്ചാൽ ആ മക്കളുടെ പ്രാർത്ഥന ഖബറാളിക്ക് കിട്ടും. മരണത്തിന്റെ മുൻപ് അവൻ സ്വതക്കയായിട്ട് പള്ളിയോ മദ്രസയോ നിലനിൽക്കുന്ന ദാനധർമ്മമോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവന് ഖബറിലേക്ക് കിട്ടും. മൂന്നാമതായി, അവൻ പഠിച്ച നല്ല അറിവുകൾ മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മരണശേഷവും ആ അറിവനുസരിച്ചിട്ട് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ കൂലിയും അവന് ഖബറിലേക്ക് കിട്ടും. ഇതല്ലാത്ത വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഇതല്ലാത്ത മുഴുവനും അവന് തടയപ്പെടും. വേറെ ഒന്നും അവൻ ആ ഖബറിലേക്ക് കിട്ടുന്നില്ല. എന്നിട്ട് ഉലമാക്കൾ രേഖപ്പെടുത്തി, വഇന്നമല്ലദീ ലം യസൂജു, ഇന്ന് ചിലർ കാണിക്കുന്നത് പോലെ മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതുക, യാസീൻ ഓതുക, മയ്യത്തിന്റെ ഖബറിന്റെ അരികിൽ ചെന്നുപോയി കത്തപ്പര കെട്ടിയിട്ട് ഖുർആൻ ഓതുക, ഓദിക്കാൻ ആളെ കൊണ്ടുവരിക, 7നും 40നും ചില ആചാരങ്ങളും ചില പ്രാർത്ഥനകളെ പോലെ ഖുർആൻ ഓദിക്കാൻ വേണ്ടി ആരെയോ കൂട്ടിക്കൊണ്ടുവരിക, ഈ രീതിയിലുള്ളതെല്ലാം ഹുവൽ ഇജ്തിമാ, അത് ഖബറിന്റെ അടുത്ത് ഒരുമിച്ച് കൂടി നിൽക്കുന്നതാവട്ടെ, ഇൻദൽ ഖുബൂരി വൽ ഖിറാഅത്തി അലൈഹ, അതിനുവേണ്ടി ഖുർആൻ ഓതിക്കൊടുക്കുന്നതും ഒരുമിച്ച് കൂടി അവിടെ താമസിക്കുന്നതും പൊരവെട്ടിയിരിക്കുന്നതും അതിന്റെ മേലേക്ക് കുമ്മായമിട്ട് പൊന്തിക്കുന്നതുമൊക്കെ ഫഇന്നഹു ലാ യജൂജു, ഒരു മുസ്ലിമിന് അനുവദനീയമല്ലാത്തതാ. അതൊരിക്കലും ഒരു മയ്യത്തിനോട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാ. ആ ഓതുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിൽ തന്നെ 70ാമത്തെ ആയത്തിലൊരു വചനമുണ്ട്, ലിയുന്ദിറ മൻ കാന ഹയ്യൻ. റസൂലേ, ഈ ഖുർആൻ മരിച്ചവർക്കുള്ളതല്ലട്ടോ, ലിയുന്ദിറ മൻ കാന ഹയ്യൻ, ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാണ് ഖുർആൻ. ഖുർആൻ അനുസരിച്ച് ജീവിക്കാനും ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അവർ ഖുർആനിലേക്ക് മടങ്ങട്ടെ എന്ന് പഠിപ്പിക്കപ്പെട്ട അതേ സൂറത്ത് തന്നെ മരിച്ചവന്റെ അരികിൽ ചെന്നോതിയാലേ, യാസീനോദിയാലേ, അവിടെ ഇരുന്നിട്ട് കുറെ ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാലേ അത് ശരിയാണ് എന്ന് ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയൊരു കത്തപ്പര കെട്ടിയതും ഓതാൻ ആളെ ക്ഷണിച്ചതും
ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കും, അത് പിന്തുടരും. ലോകത്തിന്റെ പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ ഏറെ സ്നേഹിച്ച എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ ആ കബറിങ്കൽ ചെന്ന് ആരാ ഖുർആൻ ഓതിയത്? പോട്ടെ, ലോകം കണ്ട ഏറ്റവും നല്ല റസൂലുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി കടന്നപ്പോ ആരാ മയ്യത്തിന്റെ അടുത്ത് യാസീൻ ഓതിയത്? ആരാ അള്ളാന്റെ ഹബീബിന്റെ പള്ളിയോട് ചേർന്നിട്ടുള്ള കബറിങ്കൽ പുരകെട്ടിയത്? സിദ്ദീഖുൽ അക്ബർ അടക്കം, ഖുലഫാഉർ റാഷിദീങ്ങൾ അടക്കം ആദ്യത്തെ 300 കൊല്ലത്തെ ഏതെങ്കിലും ഒരു സഹാബത്തിന്റെ കബറിങ്കൽ ഇതുപോലെ യാസീൻ ഓതിയതോ, കട്ടപ്പര കെട്ടിയതോ, ഓതാൻ ആളെ കൂട്ടിക്കൊണ്ടോന്നതോ, അവർക്കൊരു പ്രത്യേക പരിഗണനയോടെ വലിയ സാമ്പത്തിക ചെലവ് വരുത്തുന്നതോ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ലെങ്കിൽ ചില ആളുകൾ ന്യായീകരിക്കുന്നത് പോലെ അതൊക്കെ നല്ലതല്ലേ എന്നുള്ള ചിന്ത ഇസ്ലാമിലേക്ക് ചേർക്കാൻ പാടില്ല. കാരണം നമുക്ക് നല്ലതല്ലേ എന്ന് തോന്നുന്ന പലതും നമ്മൾക്കനുസരിച്ച് നമ്മളങ്ങനെ തീരുമാനിച്ച എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നൂല. ഞാൻ ചിന്തിക്കാറുണ്ട്, സുബഹി നമസ്കാരം ഒരു 4 or 6 ഉണ്ടായില്ലെങ്കിൽ വലിയ സമാധാന. 5:15 എഴുന്നേറ്റ് പിന്നീട് ആ 5-6 റക്അത്ത് നിസ്കരിച്ച് കുറെ പടച്ചോനോടൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു സമയം. അതിനു പകരം പടച്ചോൻ ഇശാ അങ്ങ് ഒഴിവാക്കിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. ഒന്ന് എടുക്കുമ്പോ 3 തവണ കൈ കഴുകേണ്ടതിന് പകരം ഞാനൊരു 10 തവണ കഴുകട്ടെ എന്ന് ചിന്തിക്കാൻ പാടില്ല. നല്ലതല്ലേ, കൈയൊന്ന് നല്ലോണം വൃത്തിയാവൂലേ എന്ന് ചിന്തിക്കാൻ പാടില്ല. കാരണം റസൂലുള്ളാഹിയിലൂടെ പടച്ചോൻ അറിയിച്ചു തന്ന കണക്കും അറിയിച്ചു തന്ന രീതിയും അങ്ങനെ തന്നെ പിന്തുടരാനേ നമുക്ക് ഓരോരുത്തർക്കും അവകാശമുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആനോത്തിനും അങ്ങനെ പുരകെട്ടിയിട്ടോതാനും ഓതുന്നവരെ കൂട്ടിക്കൊണ്ടുവരാനും ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവില്ല. 5-ാമതായി മരണവീട്ടിലെ ഭക്ഷണം ഇന്നാഘോഷമാ. പല മരിച്ച വീടുകളിലും ഭക്ഷണത്തിന്റെ പെരുമയാ. കല്യാണ വീടുകളേക്കാൾ, വിവാഹത്തേക്കാൾ ആർഭാടത്തിന്റെയും ആഘോഷത്തിന്റെയും രാവുകൾ. ആളുകൾ ക്ഷണിക്കുന്നു മരിച്ചോന്റെ ചോറ് കഴിക്കാൻ. ഇന്നത്തെ ഭാഷയിൽ നമ്മളത് പച്ചക്ക് പറയുകയാണെങ്കിൽ മരണച്ചോറ് തിന്നാൻ ആളുകൾ കൂട്ടിക്കൊണ്ടുപോവുക. എന്നിട്ട് ഓരോരുത്തരും ആ ഒരു കല്യാണ വീടിന്റെ പ്രതീതിയുണ്ടാക്കി വലിച്ചു നീട്ടപ്പെട്ട താറപ്പായന്റെ ചുവട്ടിൽ മരിച്ച പിറ്റേന്ന് പോയാ കേൾക്കുന്നതെന്താ? അവിടെ നെയ്ച്ചോറ് കൊടുക്ക്, ഇവിടെ അച്ചാറ് കൊടുക്ക്, അവിടെ തൈര് കൊടുക്ക്. മരിച്ചോൻ കബറിൽ 3 തികഞ്ഞിട്ടില്ല. ആ കുടുംബം 3 ദിവസം സങ്കടപ്പെടാൻ അവസരമുണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞത് അവസാനിച്ചിട്ടില്ല. അതിന്റെ മുൻപേ കുടുംബക്കാര് സ്റ്റാറ്റസ് കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ അതൊരു പവറാ. മൂത്ത പിയ്യാപ്പിള ബിരിയാണി ദമ്മിട്ടതാണെങ്കിൽ ഇളയ പിയ്യാപ്പിള നെയ്ച്ചോറും കുറുമയായിരിക്കണം. 3-ാമത്തെ ദിവസത്തേക്ക് ഇന്നതായിരിക്കണം. കുറഞ്ഞ പിയ്യാപ്പിളന്റെ മോശം. കുറവ് ഉണ്ടാക്കരുതെന്ന് മുവഹിദീങ്ങളായ രക്ഷിതാക്കൾ പോലും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും മരിച്ച പൊരേ പോയാ ഒരു കട്ടകാപ്പി കുടിക്കരുത്, ഒരു കാവ കുടിക്കരുത് എന്നല്ല. ഇങ്ങനെ ആളെ ക്ഷണിച്ച് ഭക്ഷണമുണ്ടാക്കി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് എന്തേ പഠിപ്പിച്ചത്? നിങ്ങളിൽ അകാരിബുകൾ, അടുത്ത ബന്ധുക്കൾ, ആ അടുത്ത ബന്ധുക്കൾ ചുറ്റുഭാഗത്തില്ലേ എങ്കിൽ അയൽവാസികൾ ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഏത് കുടുംബത്തിന്? മരണപ്പെട്ട വീട്ടുകാർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണം. ഇതേ ഉള്ളൂ ഇസ്ലാമിന്റെ മര്യാദ. അങ്ങനെ നിർബന്ധിപ്പിക്കുകയും ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. എന്നല്ലാത്ത ഒരു കുടിയും ആ രീതിയിലുള്ള ഒരൊറ്റ ഭക്ഷണ പരിപാടികളും ഈ ഒരു മരണസമയത്തുള്ളതായി ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിനു പകരം ഈ രീതിയിലുള്ള ആചാരങ്ങൾ, കണ്ണൂക്കിന്റെ ചോറ്, അച്ചോറ് തിന്നാനായിട്ടൊരു വിളി, അത് വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു പണക്ക്, ചോറ് മോശമായ കല്യാണത്തിനേക്കാളും വലിയ പരാതി, ഇങ്ങനെ ആഘോഷങ്ങളും ആർഭാടങ്ങളും മരണത്തിന്റെ പേരിൽ പോലും കാണിച്ചു കൂട്ടുമ്പോ കൃത്യമായി തിരുദൂതൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട്: നിങ്ങൾ തുടങ്ങി വെക്കുന്ന പലതും മറ്റൊരാൾക്ക് അനുകരിക്കേണ്ടി വരുമ്പോ നിങ്ങളും കുറ്റവാളികളാ. ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാലും അതില്ലെങ്കിൽ ചിലർക്കൊരു ചോദ്യ. ഇപ്പൊ ചില കല്യാണത്തില് ഡെക്കറേഷൻ ഇല്ലാത്തതുപോലെ ഡെക്കറേഷന് 5000 തുടങ്ങി ഇപ്പൊ 50,000 കടന്ന് 1,00,000 എത്തി. അന്ന് ഉലമാക്കൾ പറഞ്ഞു തുടങ്ങിയതുപോലെ നിങ്ങൾക്കത് നിർത്താൻ പറ്റൂല. മാറി മാറി വരും. പൂക്കൾ മാറും, സ്റ്റേജുകൾ മാറും, ഡെക്കറേഷൻ മാറും, അതോടൊപ്പം തന്നെ ഏൽപ്പിക്കപ്പെടുന്ന ഇവന്റ് മാനേജ്മെന്റുകൾ മാറും. അതില്ലെങ്കിൽ ഉണങ്ങിയ കല്യാണപ്പൊരൊന്ന് ജോറാകണമെങ്കിൽ എന്തു വേണം? സ്റ്റേജുമ്മൽ കുറെ ഡെക്കറേഷൻ വേണം, 10,000 പൊടി പൊടിക്കണം. അതില്ലാത്തതിന്റെ പേരിൽ പലരുടെയും കല്യാണം വിലയിരുത്തപ്പെട്ടു. പലരും കല്യാണത്തിൽ കടം വാങ്ങി ചെയ്യേണ്ടി വന്നു. അതിന്റെയൊക്കെ പാപം ആ വഴി കാണിച്ചു കൊടുത്തവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്.
എന്നോരോരുത്തരും ചിന്തിക്കണമെന്ന് ഹബീബായ നബി തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ മരണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വലിയ വലിയ അനാചാരങ്ങളാ. അതുകൊണ്ട് മക്കളോട് പറയണം, മക്കളെ ഇയ്യാക്കും വൽ മുൻകറാത്തി, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് എത്രയും പെട്ടെന്ന് മറമാടാനുള്ള ഒരു അവസരം നോക്കുക എന്നല്ലാതെ മയ്യത്തിന്റെ പേരിൽ ആളുകൾ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളും വിദ്അത്തുകളും മുൻകറാത്തുകളും എന്റെ മയ്യത്തിനോട് നിങ്ങൾ ചെയ്യരുത്. കാരണം അതിന്റെ പേരിൽ എന്റെ മുൻപിൽ വെച്ച് എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ചെയ്ത കാരണത്തിന്റെ പേരിൽ എന്റെ മക്കൾ പരീക്ഷിക്കപ്പെടും, മക്കൾ ശിക്ഷിക്കപ്പെടും. അതുണ്ടാവരുത് മക്കളെ. റസൂലുള്ള എന്ത് പഠിപ്പിച്ചോ നമ്മക്കത് മതി, എന്ത് വേണ്ടാന്ന് പറഞ്ഞോ നമ്മക്കത് വേണ്ട. കുറച്ച് വിലയിടിഞ്ഞാലും പിശുക്കനാന്ന് വിളികേട്ടാലും ഒരു കാലഹരണം അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വെറുതെ എങ്ങനെ ഇതൊന്നും ഇല്ലാത്തവൻ എന്നൊക്കെ കളിയാക്കലുകൾ നേരിട്ടാലും ശരി, ആർജവത്തോടെ മക്കൾ പറയണം, വാപ്പാന്റെ ഖബറിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആയുസ്സുള്ള കാലത്ത് വാപ്പ ചെയ്തു വെച്ച നല്ല കാര്യം ഞങ്ങൾ പിന്തുടരുന്നുണ്ട്, ഞങ്ങളെ വാപ്പാക്ക് അത് മതി, ഞങ്ങളെ വാപ്പാക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഏറ്റവും നല്ലത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പറയുന്ന മക്കളാവണം എന്ന് മക്കളോട് മൂന്നാമത്തെ വസിയത്ത് കൊടുക്കണം. ആ വസിയത്ത് ഉണ്ടെങ്കിൽ നമ്മളെ ഖബർ ജീവിതത്തിൽ നമ്മളെ സ്നേഹിച്ച് കാണിക്കുന്ന അഭിനയങ്ങളുടെ പേരിൽ ഒരിക്കലും നമുക്ക് അള്ളാന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരില്ല. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നാലാമതായി മക്കൾക്ക് കൊടുക്കേണ്ട വസിയത്ത്, മക്കളെ വാപ്പ ഞങ്ങൾ മരണപ്പെട്ടാൽ അത് മക്കൾ രക്ഷിതാക്കളോടാണെങ്കിൽ പോലും എന്റെ പേരിലുള്ള ബാധ്യതകൾ പൈസ കുറയാതെ നിങ്ങളത് വീട്ടിയേക്കണം. എന്റെ പേരിലുള്ള കടബാധ്യതകൾ അത് വീട്ടാതെ ഒരിക്കലും നിങ്ങൾ എന്നെ ഖബറിൽ നിത്യ പ്രയാസകരമായ അവസ്ഥയിലേക്ക് വിട്ടേക്കരുത്. ഞാൻ മരണപ്പെട്ടാൽ ഉടനെ നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്റെ കടം വീട്ടാനായിരിക്കണം എന്ന് മക്കളോട് വസിയത്തായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. കാരണം നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ, ഒരു മുഅ്മിനിന്റെ ശരീരം അവന്റെ ശരീരത്തോട് തന്നെ ഒട്ടിപ്പിടിച്ചു നിൽക്കും അവന്റെ ആത്മാവ്. അതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ച, അവൻ ചെയ്ത അമലുകളും അവന്റെ നിസ്കാരവും അവന്റെ നോമ്പും അവന്റെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുവിന്റെ അരികിലേക്ക് എത്താതെയാകും. ഏതുവരെ? ഹത്താ ബിദൈനിഹി, അവൻ കടബാധ്യതയുള്ളവനായിട്ടാണ് മരിച്ചതെങ്കിൽ, യുഖ്ളാ അൻഹു, അത് വീട്ടുന്നത് വരെ. ആ കടബാധ്യത വീട്ടാത്ത കാലത്തോളം അവന്റെ നിസ്കാരവും നോമ്പും ഒന്നും അവനിലേക്ക് എത്തുന്നില്ല. അത് അവനിലേക്ക് വന്നെത്തണമെങ്കിൽ അതിന്റെ കൂലിയും അതിന്റെ ശ്രേഷ്ഠതയും അവൻ ഉപകാരപ്പെടണമെങ്കിൽ അവന്റെ പേരിലുള്ള കടം വീട്ടപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മയ്യത്തിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കടം വീട്ടാതെ മരിച്ചവന്റെ മയ്യത്താണ്. അവസാനം കണ്ണുനീരോടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ മാത്രം ഒരു സ്വഹാബത്തിന്റെ മയ്യത്തിന്റെ അരിയിലേക്ക് റസൂലുള്ള നിസ്കരിക്കാൻ വേണ്ടി വന്ന്, ഞാൻ നിസ്കരിക്കൂല എന്ന് റസൂലുള്ള ഒരു മയ്യത്തിന് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടം വാങ്ങി അത് വീട്ടാതെ മരിച്ചവന്റെ മയ്യത്തിനാ. ഇന്ന് പലരും അത് എഴുതി വെക്കുന്നില്ല, പല ആളുകളും ആ കടം വീട്ടുന്നില്ല. മരണപ്പെട്ട രക്ഷിതാവിന്റെ അനന്തര സ്വത്ത് പോലും വീതിക്കാൻ പാടില്ല ആ കടം വീട്ടിയിട്ടല്ലാണ്ട്. അപ്പൊ ചില സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ ആ കടം വീട്ടണമെങ്കിൽ അനന്തര സ്വത്ത് വിൽക്കണം. അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പറഞ്ഞു, എങ്കിൽ ആദ്യം ആ സ്വത്ത് വിൽക്കണം, എന്നിട്ട് വാപ്പാന്റെ പേരിലുള്ള കടം വീട്ടണം. ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ വീതിച്ചോ, ബാക്കിയില്ല ഇതിലേക്ക് എന്നെ കൂട്ടിച്ചേർക്കണമെങ്കിൽ വാപ്പാന്റെ ഖബർ വിശാലമാകാൻ ആഗ്രഹിക്കുന്ന മക്കളെ, നിങ്ങൾ എങ്ങനെയെങ്കിലും വാപ്പാന്റെ ബാക്കിയുള്ള പൈസയും കൂടി കണ്ടെത്തി കടം വീട്ടണം. ഇതാ ഇസ്ലാമിന്റെ മര്യാദ. ഇന്ന് പലപ്പോഴും ആ വീട്ടിലൊന്നും നടന്നിട്ടുണ്ടാവില്ല, ആരും എഴുതി വെച്ചിട്ടുണ്ടാവില്ല. എഴുതി വെച്ചത് ചിലർ ചോദിക്കാൻ വരുമ്പം അപ്പോഴേക്കും വീതം വെച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തിട്ട് രണ്ടു കൂട്ടരും കോടതി കയറി ഇറങ്ങിയിരിക്കും. ഓരോരുത്തർ വന്ന് ചോദിക്കും, അനുപമ വാപ്പ കുറച്ച് തരാനുണ്ടായിരുന്നു. തിരിച്ചു പറയും, ഞങ്ങൾക്ക് എന്നെ കിട്ടിയിട്ടില്ല, കോടതി കയറിക്കൊണ്ടിരിക്കുക.
അവസാനം വർഷങ്ങൾക്ക് ശേഷം വിധിയാകുമ്പോൾ മൂത്തോൻ പറയും എനിക്ക് ആ നഷ്ടം ഇളയോനോട് വാങ്ങിക്കോ. ഇളയോൻ പറയും ഇക്കാക റോഡ് സൈഡിലുള്ള 3 പിടിയാ കിട്ടിയത് കാക്ക കിട്ടിയത് കാക്കനോട് വാങ്ങിക്കോ. കാക്ക പറയും പെങ്ങളോട് വാങ്ങിക്കോ. അളിയാക്ക കൊണ്ടുപോയതാ മുഴുവനും. അവസാനം ആരേനും കിട്ടാതെ മനസ്സറിഞ്ഞ് വെറുത്തിട്ടൊരു മനുഷ്യൻ തന്ന കടത്തിന്റെ പേരിൽ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പാക്കും വാപ്പാന്റെ സ്വത്ത് അനുഭവിക്കുന്ന മക്കൾക്കും ഈ ദുനിയാവിൽ ഒരു സ്വൈര്യം ഉണ്ടാവില്ല എന്നാണ്. അതുകൊണ്ട് പറയണം മക്കളെ, വാപ്പാക്ക് കടണ്ടെങ്കിൽ ആദ്യം വാപ്പാർ അത് എഴുതിയേക്കാനും പഠിക്കണം. അത് 1 ഉറുപ്പ്യാണെങ്കിലും മീൻകാരന് കൊടുക്കാനുള്ള 10 ഉറുപ്പ്യാണെങ്കിലും ആ കടങ്ങളങ്ങ് വീട്ടിയേക്കണം കേട്ടോ. എന്നിട്ട് എന്റെ സ്വത്തുങ്ങൾ വീതിക്കാവൂ. ഇത് മക്കളോട് ഇന്ന് തന്നെ പറയണം. നാളെ നേരം കൊടുക്കുമ്പോൾ നമ്മൾ ഇല്ലാണ്ടായി പോവുകയാണെങ്കിൽ നമ്മളെ കബറൊന്ന് നശിക്കാതിരിക്കാൻ, കബറൊന്ന് സമാധാനപ്പെടാൻ, അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങൾ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുക്ക അടക്കം അങ്ങേയറ്റം രോഗത്തിന്റെ പ്രയാസത്തിലാണ് നാഥ. എളുപ്പം ആരോഗ്യം തിരിച്ചെടുത്ത് ആഫിയത്തോടെ ദീർഘായുസോടെ സമാധാനത്തോടെ ജീവിക്കാൻ ഓരോ രോഗികൾക്കും നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഹറാമായ സാമ്പത്തിക ഇടപാടിൽ പെട്ടുപോയവരുണ്ട് റബ്ബേ. കടം വീട്ടാൻ ബാധ്യതകൾ ഉള്ളവരുണ്ട്. ലോണ് പോലെയുള്ള പലിശയിൽ പെട്ടുപോയവരുണ്ട്. എല്ലാം സമ്പത്തും ഹലാലാക്കി ബാധ്യതകളില്ലാതെ നിന്നെ കണ്ടുമുട്ടുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും കടം വീട്ടാൻ നീ ഞങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.